الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه പ്രിയമുള്ള മുഅ്മിനുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മളൊക്കെ സംബന്ധിച്ചിരിക്കുന്നത്. ലോകമൊട്ടുക്കും തങ്ങളെ വാഴ്ത്തിയും പുകഴ്ത്തിയും ധാരാളം അവിടുത്തെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പാടിക്കൊണ്ടിരിക്കുന്ന, പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക, സർവസത്തേക്കാളും തങ്ങളെ പിരിശപ്പെടുക എന്നുള്ളത് വിശ്വാസികളായ നമുക്ക് നിർബന്ധ ബാധ്യതയാണ്. സൂറത്തു തൗബയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, ബിസിനസ് സംരംഭങ്ങൾ, വീടുകൾ, അങ്ങനെ നമുക്ക് ഈ ലോകത്ത് വീര്യപ്പെട്ടതായി എന്തെല്ലാമുണ്ടോ അതിനേക്കാളൊക്കെ വലുതായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഇടമുള്ള ഒരു വ്യക്തിയും ഒരു വസ്തുവും ഉണ്ടാകാൻ പാടില്ല. ലാ യുമിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവുൽദിഹി വന്നാസി അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഭാര്യ, മക്കൾ, നിങ്ങൾക്ക് ഈ ഭൗതിക ലോകത്ത് അസീസായ വീര്യപ്പെട്ട എന്തെല്ലാമുണ്ടോ അതിനേക്കാളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും പരിപൂർണ വിശ്വാസിയാകുകയില്ല. അത് കേവലം അനിവാര്യതയില്ലാതെ, അർഹതയില്ലാതെ ഒരു ആവശ്യപ്പെടലല്ലല്ലോ. ഒരാളെ സ്നേഹിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ചാൽ, ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഒരാളോട് സ്നേഹം ജനിക്കണമെങ്കിൽ അതിന് ചില നിമിത്തങ്ങൾ ഉണ്ടാവും. ആ നിമിത്തങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും പരിപൂർണമായ രീതിയിൽ അത് മുഴുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മേടിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇന്ന് ഖുത്ബയിൽ ഓതിയ വിഷയം അതായിരുന്നു. ഒരാളെ സ്നേഹിക്കാൻ പൊതുവിൽ സാധാരണ പറയപ്പെടുക മൂന്ന് കാരണങ്ങളാണ്. ഒന്ന് ജമാലുഹു, മറ്റൊന്ന് കമാലുഹു, മറ്റൊന്ന് നവാലുഹു. ഒരാളുടെ ബാഹ്യമായ സൗന്ദര്യം, അയാൾ കാണാൻ നല്ല ചന്തമുള്ള ആളാണ്. അപ്പൊ ആ ചന്തം അടിസ്ഥാനപ്പെടുത്തി അപ്പേരിൽ നമുക്ക് ചിലരോടൊക്കെ സ്നേഹം തോന്നും. മറ്റൊന്ന് കമാലുഹു, സ്വഭാവ സവിശേഷതകളാണ്, നല്ല സ്വഭാവ മികവ്, നല്ല സ്വഭാവമാണ്, ആകർഷണീയമായ പെരുമാറ്റമാണ്. അപ്പൊ അത് ഒരാളോട് ഇഷ്ടം തോന്നാനുള്ള മറ്റൊരു ഘടകമാണ്. മൂന്നാമതൊരു ഘടകം നവാൽ എന്ന് പറഞ്ഞാൽ അയാളുടെ കൈക്ക്, അയാളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ചില നേട്ടങ്ങൾ, സഹായങ്ങൾ, ഗുണങ്ങൾ, അതുവഴി നമ്മൾക്ക് ചിലരോട് സ്നേഹം തോന്നും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടെ നിന്ന് നടത്തിയ പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുവേ, ഒരു തെമ്മാടിയായ മനുഷ്യന് അദ്ദേഹത്തോട് എനിക്ക് കടപ്പാടുണ്ടാകേണ്ട അവസ്ഥ നീ ഉണ്ടാക്കരുതേ, കാരണം അയാളെ സ്നേഹിക്കേണ്ടി വരും. അപ്പൊ ഈ മൂന്ന് ഗുണങ്ങളാണ് പൊതുവിൽ ഒരാളെ സ്നേഹിക്കാൻ പറയപ്പെടുന്ന ഗുണങ്ങൾ. ഈ മൂന്ന് ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന അക്മലുൽ ഖൽഖിലേക്ക് നമ്മൾ ചേർത്ത് നോക്കിയാൽ ഈ മൂന്ന് ഗുണങ്ങളുടെയും പാരമ്യത്തിലായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നില. ഇപ്പൊ ജമാലുഹു, ബാഹ്യ സൗന്ദര്യം, വലമ്മാ റആഹുൽ ബദറു ഹാറാ ലിഹുസ്നിഹി وشاهد منه بهجة تسلب العقل. നമ്മൾ ദിനേന ചൊല്ലുന്ന മൗലിദിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സൗന്ദര്യത്തിന്റെ മികവ്, ആ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നുണ്ട്. സ്വഹാബാക്കൾ പറഞ്ഞില്ലേ, മാ റഅയ്തു ശൈഅൻ അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെക്കാൾ സൗന്ദര്യമുള്ള ഒന്നിനെയും ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും സൗന്ദര്യമുള്ള ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ഖുസൂസിയാത്ത് നമ്മൾ എല്ലാ ദിവസവും ഇവിടെ രാത്രിയിൽ മൗലിദിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഊതിയ കുല്ലൽ ഹുസ്നി വലം യുത യൂസുഫു ഇല്ലാ ശക്റഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൗന്ദര്യം പൂർണ്ണമായി നൽകപ്പെട്ടു.
യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സൗന്ദര്യത്തിന്റെ പകുതിയേ നൽകപ്പെട്ടിട്ടുള്ളൂ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടകളായി സലീഹ ബീവിയുടെ തോഴിമാർ കൈകളൊക്കെ ഛേദിച്ച കഥ ഖുർആൻ പറയുന്നുണ്ടല്ലോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൗന്ദര്യം പൂർണ്ണമായി നൽകപ്പെട്ടു. ഒരു വിശദീകരണ പ്രകാരം തങ്ങൾക്ക് നൽകപ്പെട്ട സൗന്ദര്യത്തിന്റെ പകുതിയാണ് ആർക്ക് നൽകപ്പെട്ടത്? യൂസുഫ് നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ടത്. അപ്പൊ ഇവിടെ ഏറ്റവും സൗന്ദര്യമുള്ള ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ സൗന്ദര്യത്തിന്റെ പേരിൽ ഒരാളെ ഭീഷണിപ്പെടുകയാണെങ്കിൽ അത് ആരെയായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിരിക്കണം. കാരണം തങ്ങളുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അവിഭാജ്യമായ സൗന്ദര്യം, അത് ഒരാൾക്കും പകുത്തു നൽകപ്പെട്ടിട്ടില്ല. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫഅജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ബുർദയിൽ പറയുന്നുണ്ട്, തങ്ങളുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അവിഭാജ്യമായ സൗന്ദര്യമാണ്. മറ്റൊന്ന് കമാലാണ്, സ്വഭാവ മഹിമയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേക്കാൾ മികച്ച സ്വഭാവത്തിന്റെ ഉടമയായി ഒരാളും ഇല്ല, ഒരു വിഷയത്തിലുള്ളല്ലോ. അത് ഖുർആന്റെ സാക്ഷ്യമല്ലേ. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയെ തങ്ങൾ ഏറ്റവും മുന്തിയ സ്വഭാവത്തിന്റെ ഉടമയാണ്. ആ തങ്ങളുടെ സ്വഭാവങ്ങൾ നോക്കിയാൽ സൽ സ്വഭാവം എന്ന് പറയുന്ന എന്തെല്ലാമുണ്ടോ അതിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡായിരിക്കും നബി തങ്ങൾക്ക് ഉണ്ടാവുക. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈന്തപ്പന മട്ടനെടുത്ത് മദീനത്തെ പള്ളി വൃത്തിയാക്കിയിരുന്നു. നമ്മൾ ആരെങ്കിലും അതിന് ഒരുമ്പെടും? ഇങ്ങനെ ഏതൊരു വിഷയം, ഇപ്പൊ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കാൻ വേണ്ടി നിന്നാൽ അയാൾ സംസാരം അവസാനിപ്പിക്കുന്നത് വരെ നബി തങ്ങൾ അവിടെ നിൽക്കും, തങ്ങൾ പോകൂല. അതുപോലെ തന്നെ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വകാര്യം പറഞ്ഞാൽ അയാൾ എപ്പോഴാണോ തന്റെ തല വലിക്കുന്നത് അതുവരെ തങ്ങൾ ഇങ്ങനെ നിൽക്കും. നബി തങ്ങൾക്ക് ഒരാൾ കൈ കൊടുത്താൽ തങ്ങളെ പ്രകൃതം അങ്ങോട്ട് കൈ കൊടുക്കലാണ്. ഒരാളെ കണ്ടാൽ നമ്മൾ അയാൾ ഇങ്ങോട്ട് പറഞ്ഞ വേണമെങ്കിൽ മടക്കും, അല്ലെങ്കിൽ മടക്കൂല്ല. നബി തങ്ങൾ അങ്ങനല്ല, കണ്ടാൽ സലാം പറയൽ മശ്റൂആയ ആളാണെങ്കിൽ അങ്ങോട്ട് ചാടി സലാം പറയും. അതാണ് സലാം അങ്ങോട്ട് തുടങ്ങല. സലാം തുടങ്ങൽ വലിയ, നമ്മളിപ്പോ സാധാരണ പറയും ഫർളായ കാര്യത്തിന് സുന്നത്തായ കാര്യത്തിനേക്കാൾ വലിയ ദർജയുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ സലാം പറയൽ സുന്നത്താണ്, മടക്കൽ നിർബന്ധം. പക്ഷെ സലാം പറയുന്നതിനാണ് വലിയ പവറുള്ളത്. അതിന് വിശദീകരണം ഇമാമുകൾ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. അപ്പൊ തങ്ങളോട് ആരെങ്കിലും ഒക്കെ സലാം പറഞ്ഞ് കൈ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണോ അയാൾ ആ കൈ വലിക്കുന്നത് അതുവരെ തങ്ങൾ ആ കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കും. നമ്മൾ ഒരാൾക്ക് കൈ തന്നെ കൊടുക്കൂല, കൊടുത്താൽ അങ്ങെത്തി അപ്പോഴേക്കും വലിച്ചുണ്ടാവുകയുള്ളൂ. തങ്ങൾ അങ്ങനല്ല, അയാൾ എപ്പോഴാണോ കൈ ഉരിയുന്നത് അതുവരെ തങ്ങൾ പിടിച്ചു നിൽക്കും. ഇത് വെറുതെ പറയില്ല, തങ്ങളുടെ സ്വഭാവമാണ് ഇതൊക്കെ. സ്വഹാബത്തിനിടയിൽ ഒരിക്കലും തങ്ങൾ കാല് നീട്ടിയിരിക്കൂല, തങ്ങൾക്ക് പ്രത്യേകമായ ഇരിപ്പിടം ഇല്ല. അങ്ങനെ ഒരാൾ പുറത്തുനിന്ന് വന്നാൽ ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചോദിക്കേണ്ട അവസ്ഥ വരികയാണ്. അപ്പൊ പിന്നെ സ്വഹാബത്തിന്റെ നിർബന്ധ പ്രകാരം തങ്ങൾക്ക് വേണ്ടി അവരൊരു ചെറിയ ഒരു ഇരിപ്പിടം ഭൂമിയിൽ നിന്ന് അല്പം ഉയർന്ന് കെട്ടിയുണ്ടാക്കി കൊടുത്തു എന്ന് ഹദീസിലുണ്ട്. അതുപോലെ തന്നെ ആ കാന യഫ്തഹു ബാബഹു ലികുല്ലി അഹദിൻ വലാ യുഗ്ലഖു ബാബഹു അമാമ അയ്യി അഹദി. തങ്ങളുടെ ആ വാതിലുണ്ട് ഒരാൾക്ക് മുമ്പാകെയും അടക്കപ്പെടൂല, എല്ലാവർക്കും മുമ്പാകെയും അതൊക്കെ തുറക്കപ്പെടും. ഇപ്പൊ എന്തെങ്കിലും ഒരു സ്വാധീനമുള്ള ആളാന്ന് വെക്കുക നമ്മുടെ നാട്ടിൽ, അയാളെ കാണണമെങ്കിൽ ആരുടെയൊക്കെ കൈയും കാലും പിടിക്കേണ്ടി വരും. ഇപ്പോഴും ഇല്ല, പിന്നെ വരും എന്നൊക്കെ പറഞ്ഞൊരു 5-6 നടത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. തങ്ങളുടെ സ്വഭാവം, തങ്ങളുടെ വാതിൽ എപ്പോഴും മലർക്കെ തുറക്കപ്പെട്ടു. യുംകിനു അയ്യതിയഹു മൻ ശാഅ മതാ ശാഅ. ആർക്ക് എപ്പോ വേണോ തങ്ങളെ പോയി കാണാം, ഒരു കുഴപ്പമില്ല. പക്ഷെ തങ്ങൾ വലിയ ഹൈബത്തുള്ള ആളാണ്, വലിയ ഹൈബത്തുള്ള, വലിയ ഗാംഭീര്യതുണ്ട്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ തങ്ങളുടെ ആ സാന്നിധ്യത്തിൽ വന്നപ്പോ ഇങ്ങനെ വിറക്കുക. നബി തങ്ങൾ ആ ഹൈബത്ത് കണ്ടപ്പോ അയാൾ ഇങ്ങനെ വിറക്കുന്നു. അപ്പൊ തങ്ങളെ പ്രയാസപ്പെടണ്ട, അത്ര ഗൗരവമായി കാണണ്ട. ഇന്നമാ അന ഇബ്നു മുർഅത്തിൻ തുഅക്കുൽ ഖദീദ. ഞാൻ ഉണക്കമാംസം കഴിച്ചിരുന്ന ഒരു സ്ത്രീയുടെ മകനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് ദൈവിക പരിവേഷണം നൽകണ്ട, അങ്ങനെ ബേജാറാകണ്ട.
തങ്ങൾ അയാളുടെ ആ ഒരു ഭയപ്പാടിനെ അടക്കുകയാണ്. ഇങ്ങനെ വലിയ ഗാംഭീര്യതയുണ്ടെങ്കിലും സ്വഹാബത്തിനോട് വളരെ പുഞ്ചിരിച്ച് ഹദീസിൽ കാണാം. ഓരോരുത്തർക്കും തോന്നും ഞാനാണ് നബി തങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ എന്ന് തോന്നും വിധ റസൂലുള്ളാഹിന്റെ പെരുമാറ്റം ഉണ്ടാകും എന്ന് തോന്നും വിധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റം. ഇടപഴകിയ ഓരോരുത്തർക്കും തോന്നുകയാണ് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ഞാനെന്നെ. തങ്ങൾ എന്നെ കൂടുതൽ പരിഗണിച്ചില്ലല്ലോ എന്ന് ഒരാൾക്കും തോന്നൂല. എന്നെ ഏറ്റവും കൂടുതൽ പരിഗണിച്ചു എന്നാണ് ഓരോരുത്തർക്കും തോന്നുള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ആ മികച്ച സ്വഭാവത്തിന്റെ ഒരു ഉദാഹരണമാണ്. അങ്ങനെ പരിശോധിച്ചാൽ ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നല്ല സ്വഹാബത്തൊക്കെ കടന്നു വന്നാൽ അവിടെ ഇരിപ്പിടമില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഷോള് എറിഞ്ഞു കൊടുക്കുകയാണ് ഇരിക്കാൻ വേണ്ടിയിട്ട്. അയാൾ ഇരിക്കാൻ വിസമ്മതിച്ചാൽ ഇരിക്കാൻ വിസമ്മതിച്ചാൽ തങ്ങൾ പറയും ഇരിക്കണം, നിർബന്ധം പറയും ഇരിക്കണം. ഇങ്ങനെ ഓരോ വിഷയത്തിലും തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ അങ്ങനെ പഠിക്കാൻ പോയാൽ അനന്തമായ പറഞ്ഞു തീരാത്ത വണ്ണം വലിയ സ്വഭാവ. അതാണ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു എഴുതിയത്. ഏതൊരു മികച്ച സ്വഭാവം എടുത്താലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിൽ അൽ-ഹദ്ദുൽ ഔഫാ വൽ ഖിസ്തുൽ അക്ബർ ഏറ്റവും മുന്തിയ ഒരു വിഹിതം ഉണ്ടാവും. മറ്റൊന്ന് നവാലാണ്. ഒരാളെ സ്നേഹിക്കാൻ ആവശ്യമുള്ള ഒരു സംഗതി എന്താ? നവാല്. നവാല് എന്ന് പറഞ്ഞാൽ അയാളുടെ കൈക്ക് ലഭ്യമാകുന്ന ഗുണങ്ങൾ. ഇപ്പൊ ഒരാൾ നമുക്ക് എന്തെങ്കിലും തന്നാൽ അയാളോട് നമുക്ക് സ്നേഹം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇമാം ഖുസ്തുലാനിയും അസ്ഖലാനി തങ്ങളൊക്കെ പറയുകയാണ് ഇവിടെ ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ടത് നബി തങ്ങളല്ലേ. കാരണം നമ്മളിവിടെ ജനിക്കാനുള്ള കാരണം, മുസ്ലിങ്ങളാകാനുള്ള കാരണം, ഇവിടെ എന്തെല്ലാം എഴുമ്പത്തുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും നമുക്ക് ലഭിക്കുന്നുവോ അതിന്റെ എല്ലാം കാരണം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളുടെ കൈക്കല്ലാതെ ഇവിടെ ഒരു അനുഗ്രഹവും ലഭ്യമാകുന്നില്ല. ഇപ്പൊ നമുക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് നമുക്ക് പരിചയപ്പെടുത്തിയത് നബി തങ്ങളാണ്. ഇന്ദ്രിയാതീത ലോകത്തെ വിവരങ്ങൾ നമുക്ക് കൈമാറിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ ഈ ലോകത്ത് എന്ത് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുവോ, എന്ത് മുസീബത്തുകൾ തട്ടിപ്പോകുന്നുവോ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുഹ, അതിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചുരുക്കി ഞാൻ പറഞ്ഞത് തങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമാണെന്ന് ഖുർആൻ പറയും, ഹദീസ് പറയുന്നു, എല്ലാ പ്രമാണങ്ങളും പറയും. കേവലം അത് ഒരു പ്രമാണമില്ലാതെ ന്യായമില്ലാതെയുള്ള ആവശ്യപ്പെടൽ അല്ല. ഒരാളെ സ്നേഹിക്കാനുള്ള നിമിത്തങ്ങൾ പരിശോധിച്ചാൽ ആ നിമിത്തങ്ങൾ ഏറ്റവും വർണ്ണാഭമായ മികച്ച രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മേടിച്ചിട്ടുണ്ട്. എന്നാലോ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും താഴ്മയുടെ വിനയത്തിന്റെ ഏറ്റവും അങ്ങേ തലയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലകൊണ്ടിരുന്നത്. കുട്ടികളെ കണ്ട സലാം പറയും, അവരെ ചുംബിക്കും, തന്റെ നെഞ്ചിലോട്ട് അവരെ ചേർത്തിരുത്തും, മടിയിലിരുത്തും, അവരോട് കൂടെ കളിക്കും, തമാശ പറയും. ഇങ്ങനെ എല്ലാ നിലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയത്തിന്റെ അങ്ങേയറ്റത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും ആ സ്നേഹം വഴി ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരിൽ ഉൾപ്പെടാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ പലരും വിവിധങ്ങളായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്.